നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചിത്തിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും ഈ നക്ഷത്രക്കാർക്ക് 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. പൊതു സ്വഭാവങ്ങളിലേക്ക് കിടക്കുന്നു. ചിരവ പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളാണ് ചിത്തിര. ത്വഷ്ടാവാണ് ദേവത. തിളങ്ങുന്ന രത്നമാണ് ചിഹ്നം. ഈ നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും സുന്ദര ദൃശ്യങ്ങളിലുമെല്ലാം താല്പര്യമുണ്ടായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് ഒരു ഉൾവിളി അനുഭവപ്പെട്ടെന്നു വരും. 40കൾക്ക് ശേഷം ഇവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കും. സ്ത്രീകൾ പൊതുവെ വസ്ത്രങ്ങളിലും ആഭരണങ്ങളിലും താല്പര്യം കാണിക്കും. ഇവരുടെ മനസ്സ് പതിക്കുപോലും വെളിപ്പെടുത്തുകയില്ല. ദാമ്പത്യത്തിനു താമസം നേരിടുകയോ ചില വിഷമതകൾ വന്നു ചേരുകയോ ചെയ്യാം. സാമ്പത്തിക നേട്ടം, പുതിയ സംരംഭങ്ങളിൽ വിജയം, വാഹനയോഗം, കർമ്മഗുണം ഇവയെല്ലാം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ചില അവസരങ്ങളിൽ ആരോടും നയപരമായും സ്നേഹപൂർവമായും പെരുമാറും. എങ്കിലും ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കില്ല. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ആ തീരുമാനമനുസരിച്ച് മാത്രമേ പെരുമാറുകയുള്ളൂ. ഒരേ സമയം സങ്കുചിത ചിന്താഗതിയും വിശാല ഹൃദയവും കാണിക്കുന്ന ഇവർ ഒരു പ്രത്യേക സ്വഭാവക്കാരായിരിക്കും. സഹോദര ഗുണം കുറഞ്ഞിരിക്കാനാണ് സാധ്യത. മുൻപിൻ നോക്കാതെ എടുത്തടിച്ചതുപോലെ സംസാരിക്കും. സാധാരണഗതിയിൽ ശാന്തമായി പെരുമാറുകയും കുശാഗ്രത, ഏകാഗ്രത എന്നിവ പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്യും. എന്നാൽ സ്വാർത്ഥമതികളും കുബുദ്ധികളുമാണെന്നാണ് പേര്. സ്വന്തം ഗ്രഹം വേണ്ടെന്ന് വെച്ച് പോവുകയോ വസ്തു വിറ്റിട്ട് വേറെ വാങ്ങുകയോ ദത്ത് നിൽക്കുകയോ ചെയ്യും. എന്തായാലും സാധാരണയായി ഈ നാളുകാർ സ്വന്തം വീട് വിട്ട് മറ്റ് ഗൃഹത്തിൽ താമസിക്കുന്നത് സ്വാഭാവികമാണ്. ചിത്തിര പിറന്നാൽ അത്തറ തോണ്ടും എന്നൊരു പറച്ചിൽ തന്നെ ഉണ്ടല്ലോ. ശത്രുതകൾ ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കാൻ ഇടവരും. പലവിധ ദുരനുഭവങ്ങളെയും മറികടന്ന് മാത്രമേ ജീവിത പുരോഗതി നേടുകയുള്ളൂ. പലവിധ അപവാദ പ്രചരണങ്ങളിൽ അറിയാതെ ചെന്നുപെടും. പ്രവചനങ്ങൾ നടത്താൻ ജന്മസിദ്ധമായ കഴിവ് ഇവർക്കുണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ പറയുന്ന പല കാര്യങ്ങളും ശരിയായി വരും. ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഏത് തരത്തിലുള്ള എതിർപ്പുകളെയും അതിജീവിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സഹായമായി കടന്നു ചെല്ലും. ജ്യോതിഷം, വൈദ്യം, ടെക്നിക്കൽ വിഷയങ്ങൾ, രാഷ്ട്രീയം എന്നീ രംഗങ്ങളിൽ വിജയിക്കും. വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. സ്വന്തം തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടാകും. ചിലപ്പോൾ വിവാഹത്തിന് കാലതാമസം നേരിട്ടേക്കാം. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ഇവർക്ക് സ്വസ്ഥത അല്പം കുറവായിരിക്കും. ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇടകലർന്ന ജീവിതമാണ് ചിത്തിര നക്ഷത്രം സ്ത്രീകൾക്ക്. ഭർത്താവിനെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് പുനർസംഗമത്തിന് യോഗം കാണുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും കൂടുതലുണ്ടാവാം. ആഡംബരപ്രമമുണ്ടായിരിക്കും. കലാരംഗങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും പൊതുവെ പെൺചിത്തിര, പൊൻചിത്തിര എന്നാണ് പറയുക. കൂടുതൽ സൗഹൃദവും കൂടുതൽ സ്നേഹവും ഇവർ പങ്കുവയ്ക്കുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചൊവ്വയാണ്. ചൊവ്വയിൽ ഇവരുടെ വേദനക്ഷത്രം അവിട്ടും ചിത്തിരവും മകയിരും പരസ്പരം വേദനക്ഷത്രങ്ങളാണ്. ചൊവ്വ കഴിഞ്ഞാൽ രാഹു കഴിഞ്ഞാൽ വ്യാഴം. അപ്പം 17 വയസ്സ് കഴിഞ്ഞാൽ 37 വയസ്സ് വരെ സാമാന്യം നല്ല സമയമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 56 വയസ്സ് വരെയൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഇവർക്ക് അതിജീവിക്കേണ്ടി വന്നേക്കാം. ലാഭനഷ്ടങ്ങൾ മാറി മാറി വരും. ഇനി പൊതുഫലങ്ങളിലേക്ക് കടക്കാം.
പ്രയത്നിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുകയില്ല. ചിത്തിര നക്ഷത്രം 2 രാശിയിലായിട്ടാണ് വരുന്നത്. കന്നിരാശിയിൽ ആദ്യ പാതിയും തുലാരാശിയിൽ 2ാം പാതിയുമാണ്. ആദ്യ രാശിക്കാരുടെ രാശിനാഥൻ മൂകാംബിക ദേവി ബുധനാണെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുക, ത്രിപുരസുന്ദരി ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇവർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ചൊവ്വ എന്ന് പറയുമ്പോൾ 3 ഭാവങ്ങളിലുള്ള അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. തുലാരാശിയുടെ രാശിനാഥൻ മഹാലക്ഷ്മി ആയതിനാൽ അവർ മഹാലക്ഷ്മിയെയും ത്രിപുരസുന്ദരിയെയും പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇനി പൊതുഫലങ്ങളിലേക്ക്. പ്രയത്നിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം ലഭ്യമാവുകയില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകും. ഉദരസംബന്ധമായ അസുഖം വരാനിടയുണ്ട്. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ തുടങ്ങാൻ അവസരമുണ്ട്. യാത്രയിൽ ചില വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം. പലചരക്ക്, ഹോട്ടൽ എന്നീ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും. മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒരുവിധം തീർന്നു കിട്ടും. ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട രേഖകൾ ലഭിക്കാനിടയുണ്ട്. സന്താനങ്ങളുടെ വിവാഹം നടക്കും. ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ടാക്സ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുവാനിടയുണ്ട്. സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവർക്ക് സ്വന്തം നിലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവസരമുണ്ടാകും. വാഹനം പഴയതു മാറി പുതിയതു വാങ്ങും. കർമ്മരംഗം പൊതുവേ തൃപ്തികരമായിരിക്കും. കലാ, കായിക, സാഹിത്യ രംഗങ്ങളിലുള്ളവർ അവരുടെ കൃതികളുടെ പുനരാവിഷ്കാരം നിമിത്തം ജനശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള വഴി ഒരുക്കും. പുത്രന് തന്നേക്കാൾ പ്രശസ്തിയും പദയവും ഉണ്ടെന്നറിഞ്ഞാൽ ആത്മാഭിമാനം തോന്നും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും. ബന്ധുവിന്റെ ദുരവസ്ഥകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാൻ പ്രേരിതരാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം സ്ഥലം മാറ്റം ലഭിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കും. ഉപരിപഠനം പൂർത്തീകരിക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളുമുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗം കാണുന്നു. സാഹചര്യങ്ങൾക്കനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. നിഷ്ഠയോടുകൂടിയ പ്രവർത്തനശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സഹായിക്കും. ഗർഭധാരണവും സന്തതി സൗഭാഗ്യവും ലഭിക്കും. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെലവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതരാകും. പിതൃതുല്യരായ ബന്ധുവിന്റെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ഗ്രഹത്തിന് വാസ്തുശാസ്ത്ര പിഴയുണ്ടെന്നറിഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് തയ്യാറാകും. ഔദ്യോഗിക ജീവിതത്തിൽ ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദവും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ ജൂൺ മാസം മുതൽ ആശ്വാസമുണ്ടാകും. യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അതിജീവിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരും. സമയോചിതമായ ഇടപെടലുകളാൽ കുടുംബാംഗങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറിപ്പോകും. ആസൂത്രിത പദ്ധതികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചിലവ് അനുഭവപ്പെടും. ഉപരിപഠനത്തിന് അന്യസംസ്ഥാനത്തെയോ അന്യരാജ്യത്തെയോ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം. കീഴ്വഴക്കം മാനിച്ച് പൂർവാചാരപ്രകാരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അത് നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊക്കെ ഉപേക്ഷിക്കും. പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുവാൻ അതിനുള്ള സഹായം ലഭിക്കും. പക്വതയോടുകൂടിയ സമീപനവും ഈശ്വര പ്രാർത്ഥനകളും മാർഗതടസ്സങ്ങൾ തീർക്കുവാനും ഏറെക്കുറെ കാര്യനിവൃത്തിക്കും വഴിയൊരുക്കും. അധ്വാനഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരും. കഫ, ഉദര രോഗങ്ങൾക്ക് പ്രകൃതി ജീവന ഔഷധ രീതി ആശ്വാസമേകും. വ്യക്തിപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്പ്രഭമാകും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2025 നന്മകൾ വന്നു ചേരുവാൻ രാശിനാഥനായ മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ മൂകാംബിക ദേവിയെയും പ്രാർത്ഥിക്കുന്നതോടുകൂടി എല്ലാം മംഗളമായി ഭവിക്കും. നന്ദി, നമസ്കാരം.